Welcome students. Standard 10, Chapter 4, ലാൻഡ്സ്കേപ്പ് അനാലിസിസ് ത്രൂ മാപ്പ് എന്ന് പറഞ്ഞ ഭാഗമാണ്. അതിൽ കോണ്ടൂർ ലൈൻസ്, ഇതിന് മുൻപത്തെ ക്ലാസ്സുകൾ ഗ്രിഡ് റെഫറൻസിൻ്റെയൊക്കെ കാണാത്തവർക്കായിട്ട് ഇതിൻ്റെ താഴെ ലിങ്ക് ഞാൻ കൊടുക്കാം. അത് നോക്കി നിങ്ങൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം. ഫസ്റ്റ് ഇപ്പോൾ നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് വാട്ട് ആർ കോണ്ടൂർ ലൈൻസ്. കോണ്ടൂർ ലൈൻസ് ആർ ഇമാജിനറി ലൈൻസ് ഡ്രോൺ ഓൺ മാപ്സ് കണക്റ്റിംഗ് ദോസ് പ്ലേസസ് ഹാവിങ് ഈക്വൽ എലവേഷൻ ഫ്രം ദി സീ ലെവൽ. ഇവിടെ ഒരു കോണ്ടൂർ ലൈനിൻ്റെ ഒരു എക്സാമ്പിൾ അവിടെ വരച്ച് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ കോണ്ടൂർ ലൈൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോണ്ടൂർ വരകൾ എന്ന് പറയുന്നത് എന്താണ്? അതായത് സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് കോണ്ടൂർ രേഖകൾ എന്ന് പറയുന്നത്. ഒരു കോണ്ടൂർ രേഖ കടന്നു പോകുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളായിരിക്കും. A contour line joins points of equal elevation above a given level such as a mean sea level. The respective altitude will be marked with each contour line. അപ്പോൾ ഓരോ കോണ്ടൂർ രേഖയോടൊപ്പവും സമുദ്രനിരപ്പിൽ നിന്നുള്ള അവയുടെ ഉയരവും രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഇതിനെ നമ്മൾ കോണ്ടൂർ വാല്യൂസ് അല്ലെങ്കിൽ കോണ്ടൂർ മൂല്യങ്ങളെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കോണ്ടൂർ മൂല്യങ്ങളുടെ സഹായത്താൽ ഭൂപടങ്ങളിൽ ചിത്രീകരിച്ചിട്ടുള്ള പ്രദേശങ്ങളുടെ ഉയരം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വിത്ത് ഹെൽപ്പ് ഓഫ് ദി കോണ്ടൂർ വാല്യൂസ് വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദി ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ദി പ്ലേസസ് ഷോൺ ഇൻ ദി മാപ്പ്. അങ്ങനെയാണ് നമ്മൾ മാപ്പിലെ ഓൾട്ടിറ്റ്യൂഡ് മനസ്സിലാക്കുന്നത്. 2 ഡിഫറെൻറ്റ് ലാൻഡ് ഫോംസ് ആൻഡ് ദർ കോണ്ടൂർ റെപ്രസെൻറ്റേഷൻസ് ആർ ഗിവൺ ഇൻ ഫിഗർ 4.13. അപ്പോൾ 4.13 വ്യത്യസ്ത തരത്തിലുള്ള 2 ഭൂരൂപങ്ങളുടെ ചിത്രങ്ങളാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വ്യത്യസ്ത തരത്തിലുള്ള ഭൂരൂപങ്ങളുടെ ഹൈറ്റുകളുടെ ഇത് നമുക്കത് നോക്കി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മൾ ഗ്രിഡൊക്കെ പഠിച്ചതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ളൊരു ഭാഗമാണിത്. അപ്പോൾ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ താഴ്വാര പ്രദേശങ്ങൾ ഉയരം നമുക്ക് കാണാം. അപ്പോൾ കുന്നും പ്രദേശങ്ങളുടെ ഉയരം നമുക്ക് മനസ്സിലാക്കാം. അതിൻ്റെ ആകൃതി ഏതൊക്കെ രീതിയിലാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. Then didn't you see the value difference between the contour will always be equal. അപ്പോൾ കോണ്ടൂറിൻ്റെ വാല്യൂ ഡിഫറൻസ് പറയുന്നത് എപ്പോഴും ഇത് മിക്കവാറും ഒരേ ഇതിലായിരിക്കും വരുന്നത്, ഒരേ ഡിഫറൻസ് ആയിരിക്കും അതിന് വരുന്നത്. ഡിഫറൻസ് ബിറ്റ്വീൻ ദ വാല്യൂ ഓഫ് ദി 2 അഡ്ജസൻറ്റ് കോണ്ടൂർ ഈസ് കോൾഡ് കോണ്ടൂർ ഇൻ്റർവൽ. അപ്പോൾ 2 വ്യത്യസ്ത ഭൂപ്രദേശങ്ങൾ അല്ലേ, അവയുടെ കോണ്ടൂർ രേഖകളുമാണ് നമ്മൾ കണ്ടത്. ഭൂരൂപങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മളിപ്പോൾ ചോദിച്ചത് അല്ലേ. അതിനുശേഷം ചിത്രങ്ങൾ കോണ്ടൂറിൻ്റെ മൂല്യങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഈ കോണ്ടൂറിലെ മൂല്യങ്ങൾ തമ്മിലുള്ള ഈ വ്യത്യാസത്തെയാണ് നമ്മളെന്ത് കോണ്ടൂർ ഇടവേള എന്ന് പറയുന്നത്. അപ്പോൾ ഉദാഹരണമായിട്ട് ചിത്രങ്ങളിലെ 4.13, 4.14 എന്നിവയുടെ കോണ്ടൂർ അകലം എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് നമുക്ക് 100 മീറ്ററാണെന്ന് പറയാനായിട്ട് സാധിക്കും. 100 meters ഈസ് ദ ഡിഫറൻസ്. ദെൻ അടുത്തതെന്ന് പറയുന്നത് you might have noticed that in the given picture 4.14 and farther apart elsewhere, the closely spaced contours represent steep slopes and widely spaced contours represent gentle slopes. നമുക്കൊരു കാര്യം നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ചിത്രം 4.14 അടുത്തടുത്തായിട്ട് വരുന്ന കോണ്ടൂർ രേഖകൾ ഭൂപ്രദേശത്തിൻ്റെ കുത്തനെയുള്ള ചെരുവിനെയും അകന്നകന്ന് കാണുന്ന കോണ്ടൂർ രേഖകൾ ഭൂപ്രദേശത്തിൻ്റെ ചെറിയ രേഖകളുമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം അടുത്തടുത്തായിട്ട് വരുന്നത് കാണിക്കുന്നത് എന്താണ്? ഭൂപ്രദേശത്തിൻ്റെ കുത്തനെയുള്ള ചെരുവിനെയാണ് കാണിക്കുന്നത്. ഇനി അകന്നകന്ന് കാണുന്ന കോണ്ടൂർ രേഖകൾ എന്ന് പറയുന്നത് ഭൂപ്രദേശത്തിൻ്റെ ചെരുവിനെയുമായിരിക്കും നമുക്കതിനെ കാണിക്കുക. അപ്പം നമുക്കത്ര മനസ്സിലായി. 2 തരത്തിലുള്ള ഭൂരൂപങ്ങളെ കാണിച്ചിട്ടുണ്ട്, അവയുടെ പ്രത്യേകതയും മനസ്സിലായി. ധരാതലീയ ഭൂപടങ്ങളിൽ ചിത്രീകരിച്ചിരിക്കുന്ന കോണ്ടൂർ രേഖകളിൽ നമുക്ക് 3 കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. We can understand 3 things.
which are the following three things can be assessed from the contour lines in a topographic maps, which are the altitude of this place, then nature of the slope, shape of the landform. ധരാതലീയ ഭൂപടങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്ന കോണ്ടൂർ രേഖകളിൽ നിന്നും 3 കാര്യങ്ങൾ മനസ്സിലാക്കാമെന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതായത് ഭൂപ്രദേശത്തിൻ്റെ ഉയരം, ചെരുവിൻ്റെ സ്വഭാവം, ഭൂരൂപത്തിൻ്റെ ആകൃതി എന്നിവയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഇത് അസസിങ് ദി ടോപ്പോഗ്രഫി അസസ് ചെയ്യാനായിട്ട് 2 മെത്തേഡ്സ് ആണുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് മെത്തേഡ് ഡയറക്ട്ലി ഫ്രം ദി കോണ്ടൂർസ്, അതായത് ധരാതലീയ ഭൂപടങ്ങളിലെ കോണ്ടൂർ രേഖകളിൽ നിന്നും നേരിട്ട് സ്ഥലങ്ങളുടെ ആകൃതി കണ്ടെത്തുന്ന രീതിയാണ് ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത്. അസസിങ് ഡയറക്ട്ലി ഫ്രം ദി കോണ്ടൂർസ്. അവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്, ഫിഗർ 4.15. As shown in the figure 4.15, place a paper strip across the contour pattern of which the topography is to be assessed. ഈ കാണിച്ചിരിക്കുന്ന ഫിഗർ 4.5 കൊടുത്തിരിക്കുന്നത് പോലെ നമ്മൾ ആ ഭൂപടത്തിലെ സ്ഥലാകൃതി കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ആ കോണ്ടൂർ രേഖകൾക്ക് കുറുകെ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു കടലാസ് കഷ്ണം നമ്മൾ വയ്ക്കണം. ആ കോണ്ടൂർ രേഖകൾ വരച്ചിരിക്കുന്നതിൻ്റെ കുറുകെ നമ്മളൊരു കടലാസ് കഷ്ണം വയ്ക്കണം. ആ കടലാസ് കഷ്ണത്തിൻ്റെ 2 അറ്റത്തായിട്ട് ഓൺ ദി ഐദർ എൻഡ്സ് നമ്മൾ A-B എന്ന് അടയാളപ്പെടുത്തണം. എന്നിട്ട് കടലാസ് കഷ്ണത്തോട് ചേർന്ന് വരുന്ന കോണ്ടൂർ രേഖകളുടെ സ്ഥാനവും മൂല്യവും കടലാസ് കഷ്ണത്തിൽ നമ്മൾ രേഖപ്പെടുത്തണം. ഇവിടെ കൊടുത്തിരിക്കുന്ന 500 മീറ്റർ, 600 മീറ്റർ, 700 മീറ്റർ എന്നിങ്ങനെ ഈ 2 ഐദർ എൻഡ്സിലും നമ്മൾ അവിടെ രേഖപ്പെടുത്തണം. പിന്നീട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്, ട്രാൻസ്ഫർ ദീസ് കോണ്ടൂർ വാല്യൂസ് ഓൺ ദി വൈ ആക്സിസ് ഓഫ് ദി ഗ്രാഫ് പേപ്പർ 4.16. ഇനി അതിൻ്റെ തൊട്ട് താഴെ കാണിച്ചിരിക്കുന്ന ഒരു ചിത്രം കൊണ്ട് ഫിഗർ 4.16 എന്ന് പറയുന്നത് കണ്ടോ, ആ 4.16 പോലെ ഒരു ഗ്രാഫ് പേപ്പറിൻ്റെ എക്സ് ആക്സിസിലേക്ക് ഈ മൂല്യങ്ങൾ അതേ അകലത്തിൽ നമ്മൾ എഴുതണം. നമ്മൾ മേളിൽ വെച്ച പേപ്പർ സ്ട്രിപ്പിൽ കാണിച്ചിരുന്ന അതേ മൂല്യങ്ങൾ നമ്മൾ താഴെ ആ പേപ്പർ സ്ട്രിപ്പ് കൊണ്ടുവെക്കുക. എന്നിട്ട് നമ്മൾ അതവിടെ അടയാളപ്പെടുത്തണം. അല്ല, ആ പേപ്പർ അങ്ങനെ വെച്ചാലും മതി, അടയാളപ്പെടുത്തിയാൽ നമുക്ക് കുറച്ച് കൂടെ പ്രിസൈസായിട്ട് ചെയ്യാം. പിന്നീട് വൈ ആക്സിസിൽ ഉചിതമായിട്ടുള്ള തോതിൽ കോണ്ടൂർ മൂല്യങ്ങൾ നമ്മൾ അടയാളപ്പെടുത്തുക. അപ്പോൾ വൈ ആക്സിസിൽ നമ്മൾ രേഖപ്പെടുത്തുന്ന ആ കോണ്ടൂറിൻ്റെ വാല്യൂസാണ് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത്. കോണ്ടൂർ വാല്യൂസ് ഓൺ ദി വൈ ആക്സിസ്. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡ്രോ വെർട്ടിക്കൽ ലൈൻസ് ഫ്രം ദി പോയിൻറ്റ്സ് ഓഫ് ദി കോണ്ടൂർ ലൈൻസ് ഓൺ ദി വൈ ആക്സിസ്. അതിൻ്റെ താഴെ ഒരു 4.17 എന്ന് പറഞ്ഞ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതിൽ കാണിച്ചിരിക്കുന്നത് പോലെ നമ്മൾ ഈ മുകളിലെ 4.16 വരച്ചിരിക്കുന്ന അതേ കാര്യങ്ങൾ താഴത്തേക്ക് അടയാളപ്പെടുത്താൻ പോവുകയാണ്. അതായത് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ എക്സ് അക്ഷത്തിൽ അടയാളപ്പെടുത്തിയ കോണ്ടൂർ രേഖകളുടെ സ്ഥാനത്ത് നിന്ന് മുകളിലേക്ക് നേർത്ത രേഖകൾ, അതായത് സോഫ്റ്റ് ആയിട്ടുള്ള നേരിയ ലൈൻസ്, ഡോട്ടഡ് ലൈൻസ് വരയ്ക്കുക. ഈ രേഖകൾ വൈ അക്ഷത്തിലെ അല്ലെങ്കിൽ വൈ ആക്സിസിലെ അതേ മൂല്യങ്ങൾക്ക് നേരെ വരുന്ന ഭാഗത്ത് അടയാളങ്ങൾ രേഖപ്പെടുത്തുക. വൈ ആക്സിസിൽ അതിൻ്റെ മൂല്യങ്ങൾ വരത്തക്ക രീതിയിൽ നമ്മൾ വരയ്ക്കണം. അടയാളപ്പെടുത്തിയ പോയിൻറ്റുകൾ തമ്മിൽ ഒഴുക്കൻ രേഖകളാൽ നമ്മൾ എന്നിട്ടത് യോജിപ്പിക്കണം. അതായത് പിന്നീട് നമ്മളിത് ജോയിൻ ചെയ്യണം. സ്മൂത്ത് കേർവ്സായിട്ട് നമ്മൾ ജോയിൻ ചെയ്യണം. അങ്ങനെ നമ്മൾ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ പിന്നീട് ചെയ്യേണ്ടത് ഷെയ്ഡ് ദ ഏരിയ യൂസിങ് എ പെൻസിൽ. നമുക്കൊരു കുന്നിൻ്റെ ഷേപ്പ് പോലെ കിട്ടും. ആ കുന്നിൻ്റെ ഷേപ്പ് പോലെ കിട്ടുന്ന ആ ഏരിയനെ നമ്മൾ ഒരു പെൻസിൽ വെച്ച് ഷെയ്ഡ് ചെയ്യണം. ദസ് വി ഗെറ്റ് ദി ഷേപ്പ് ഓഫ് ദി ലാൻഡ് ഫോം റെപ്രസെൻറ്റഡ് ബൈ ദി കോണ്ടൂർ ലൈൻസ്. അപ്പം ഫസ്റ്റ് ഒരു എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ കോണ്ടൂർ മൂല്യങ്ങളുടെ ഇതിൻ്റെ കോണ്ടൂർ പാറ്റേണിൻ്റെ നടുക്കൂടെ നമ്മളൊരു പേപ്പർ സ്ട്രിപ്പ് വെച്ചു. അതിനുശേഷം 4.16 കാണുന്നത് പോലെ നമ്മളൊരു ഫിഗർ വരച്ചു, അല്ലേ? പേപ്പർ സ്ട്രിപ്പ് താഴെ വെച്ച് അവിടെ എല്ലാം അടയാളപ്പെടുത്തി. അതിനുശേഷം നമ്മൾ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും അതിൻ്റെ വാല്യൂസ് റെപ്രസെൻ്റ് ചെയ്യുന്ന വാല്യൂസ് നമ്മൾ വരച്ചു കൊടുത്തതിന് ശേഷം നമ്മളിതിനെ സ്മൂത്ത് കേർവ്സ് മുകളിൽ നിന്നുള്ള അതിൻ്റെ ഇതനുസരിച്ചിട്ടുള്ള സ്മൂത്ത് കേർവ്സ് നമ്മൾ വരയ്ക്കുകയായിരുന്നു ചെയ്തത്. സ്മൂത്ത് കേർവ്സ് ജോയിൻ ചെയ്തപ്പം നമുക്കൊരു മൗണ്ടെയിൻ്റെ അല്ലെങ്കിൽ ആ കുന്നിൻ്റെ ഷേപ്പ് നമുക്ക് കിട്ടി. ഇതൊരു മെത്തേഡാണ്. ദെൻ
മെത്തേഡ് 2 എന്ന് പറയുന്നത് ബൈ ട്രേസിങ് ഔട്ട് ദി കോണ്ടൂർ ലൈൻസ് ട്രേസ് ഔട്ട് ചെയ്തിട്ടുള്ള മെത്തേഡാണ് രണ്ടാമത്തെ മെത്തേഡ്. ഈ രണ്ട് മെത്തേഡ് ഏതൊക്കെയാണെന്ന് എക്സാമിന് ചോദിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ സെക്കൻഡ് മെത്തേഡ്, ധരാതിലെ ഭൂപടങ്ങളിൽ നിന്ന് കോണ്ടൂർ രേഖകൾ പേപ്പറിൽ പകർത്തി സ്ഥലങ്ങളുടെ ആകൃതി കണ്ടെത്തുന്ന രീതിയാണ്. പേപ്പറിൽ നമ്മൾ അതേപടി പകർത്തി വെച്ച് ട്രേസ് ചെയ്യുന്നത്. നോക്കുക. By tracing out the contour lines, copy the contour lines on a tracing paper and transfer them into another paper. എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഭൂപടത്തിലെ സ്ഥലത്തിൻ്റെ ആകൃതി കണ്ടെത്താൻ ഉദ്ദേശിക്കുന്ന കോണ്ടൂർ രേഖകൾ ഒരു ട്രേസിംഗ് പേപ്പറിൻ്റെ സഹായത്താൽ നമ്മൾ വരച്ചെടുക്കണം. എന്നിട്ട് ട്രേസിംഗ് പേപ്പറിലെ കോണ്ടൂർ രേഖകൾ മറ്റൊരു പേപ്പറിലേക്ക് അത് നമുക്ക് പകർത്താൻ സാധിക്കുന്നതാണ്. അവിടെ കൊടുത്തിട്ടുള്ള ചിത്രം അതേപോലെ തന്നെ അവിടെ ഒരു AB എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓരോന്നിൻ്റെയും 600 മീറ്റർ, 500, 400, 300 അങ്ങനെ 100 മീറ്റർ മുതൽ 600 മീറ്റർ വരെ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ ചെയ്യുന്നത്, ഡ്രോ ദി X and Y ആക്സിസ് ബിലോ ദി ലൈൻ AB ആസ് ഷോൺ ഇൻ ഫിഗർ 4.19. അപ്പോൾ നമ്മുടെ താഴെ ഒരു 4.19 എന്ന് പറഞ്ഞ ഫിഗർ കൊടുത്തിട്ടുണ്ട്. ആ 4.19 ഫിഗറിൽ കാണുന്നത് പോലെ എന്താ ചെയ്യുന്നത് വെച്ചാൽ കോണ്ടൂർ രേഖകൾക്ക് താഴെയായി AB രേഖയോട് ചേർന്ന് XY അക്ഷങ്ങൾ XY എന്ന് പറഞ്ഞ ആക്സിസ് നമ്മൾ വരയ്ക്കണം. X ആക്സിസും Y ആക്സിസും നമ്മൾ ഇതിൽ കാണുന്നത് പോലെ വരയ്ക്കണം. X ആക്സിസും Y ആക്സിസും നമ്മൾ വരയ്ക്കണം. എന്നിട്ട് ആ ചിത്രം 4.19 പോലെ Y ആക്സിസിൽ അനുയോജ്യമായ തോതിൽ നമ്മൾ 0.5 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു 100 മീറ്റർ അല്ലെങ്കിൽ 1 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു 100 മീറ്റർ. എളുപ്പത്തിന് വേണ്ടി 1 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു 100 മീറ്റർ എന്ന് എടുക്കാം. കോണ്ടൂർ രേഖകളുടെ മൂല്യങ്ങൾ നമ്മൾ ക്രമമായിട്ട് രേഖപ്പെടുത്തണം. എന്നിട്ട് Y ആക്സിസിൽ രേഖപ്പെടുത്തിയ ഒരേ മൂല്യങ്ങൾ തമ്മിൽ നേർത്ത രേഖകൾ കൊണ്ട് നമ്മളതിനെ യോജിപ്പിക്കണം. നേരത്തെ മറ്റേ ഫിഗറിൽ ചെയ്തതുപോലെ തന്നെ ഇത് നമ്മൾ ജോയിൻ ചെയ്യണം. ഡ്രോ ദി Y and X axis below the line AB as shown in the figure 4.9. Then we should take measurement 1 centimeter is equal to 100 meter. എന്നിട്ട് നമ്മൾ Y ആക്സിസിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അതിൻ്റെ സ്കെയിൽ നമ്മൾ Y ആക്സിസ് നമ്മൾ അതിൻ്റെ മെഷേഴ്സ് കറക്റ്റ് കൊടുക്കണം. 100, 200, 300, 400 എന്ന് കറക്റ്റായിട്ട് കൊടുക്കണം. ദെൻ അറ്റ് ലാസ്റ്റ് ജോയിൻ ഈക്വൽ വാല്യൂസ് ഓൺ ബോത്ത് ദി Y ആക്സിസ് യൂസിങ് ദി നാരോ ലൈൻസ്. ദെൻ ഡ്രോ വെർട്ടിക്കൽ ലൈൻസ് ഫ്രം ദ പോയിൻ്റ് വെർ കോണ്ടൂർ ക്രോസ് A and B. പിന്നീട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ AB രേഖ കോണ്ടൂർ രേഖകളുമായി ബന്ധിപ്പിക്കുന്ന പോയിന്റുകളിലേക്ക് താഴേക്ക് നേർത്ത രേഖകൾ നമ്മൾ വരയ്ക്കണം. ഈ രേഖകൾ ചിത്രത്തിൽ, അതായത് ചിത്രം 4.19 കാണിച്ചിരിക്കുന്നത് പോലെ Y ആക്സിസിലെ മൂല്യങ്ങൾ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ടുള്ള നേർത്ത തിരശ്ചീന രേഖകളായി കൂട്ടിമുട്ടുന്ന ഇടങ്ങളിൽ കുത്തുകൾ കൊണ്ട് നമ്മൾ അടയാളപ്പെടുത്തണം. അതായത് ഹൊറിസോണ്ടലായിട്ടുള്ള ലൈൻസ് വരയ്ക്കണം. അക്ഷങ്ങളിലെ മൂല്യങ്ങൾ നേർത്ത് യോജിപ്പിക്കുന്ന നേർത്ത തിരശ്ചീന രേഖകളുമായിട്ട് കൂട്ടിമുട്ടുന്ന ഇടങ്ങളിൽ കുത്തുകൾ കൊണ്ട് നമ്മൾ അടയാളപ്പെടുത്തണം. പിന്നീട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ആ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഭാഗങ്ങളില്ലേ, ആ മാർക്ക് ചെയ്ത ഭാഗങ്ങൾ തമ്മിൽ ഒഴുക്കൻ രേഖകൾ ഉപയോഗിച്ച് നമ്മൾ യോജിപ്പിക്കുന്നു. ഒഴുക്കൻ രേഖകൾ ഉപയോഗിച്ച് വരച്ച ഭാഗം എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെൻസിൽ കൊണ്ട് ഷെയ്ഡ് ചെയ്ത് നോക്കണം. അപ്പോൾ കോണ്ടൂർ രേഖകൾ പ്രദാനം ചെയ്യുന്ന ഭൂരൂപത്തിൻ്റെ ആകൃതി നമുക്കവിടെ ലഭിക്കും. വി വിൽ ഗെറ്റ് ദി ഡിസൈർഡ് ഷേപ്പ്. Then join the points with smooth curves as the shaded area using the pencil. Thus we get the shape of the landforms represented by the contours. Then now you might have understood the methods of plotting the topography from the contour lines. Let us examine how the visibility between two places are determined. ഇനി നമുക്ക് പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ അടുത്തത് ഇൻ്റർവിസിബിലിറ്റിയാണ്. അതിനു മുമ്പ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. യൂസിങ് ദ മെത്തേഡ്സ് മെൻഷൻഡ് അബവ് പ്ലോട്ട് ദി ടോപ്പോഗ്രഫി റെപ്രസെൻറ്റഡ് ബൈ ദ ഫോളോയിങ് കോണ്ടൂർ പാറ്റേൺസ്. ഫിഗർ 4.20 ആൻഡ് 4.21. ഫിഗർ 4.20യും ഫിഗർ 4.21 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങളൊരു അതിൻ്റെ ഒരു കുന്നിൻ്റെ പ്രദേശം കിട്ടത്തക്ക രീതിയിൽ നമ്മൾ മുകളിൽ കണ്ട രീതിയിൽ നിങ്ങളതിനെ ഒന്ന് വരച്ച് നോക്കുക.
ആദ്യത്തെ പിക്ചർ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് ഒരു വൈഡായിട്ടുള്ളൊരു കുന്നായിരിക്കും, ഒരു കുത്തനെയുള്ളൊരു കുന്നിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുക. പിന്നീട് നമുക്ക് ഫിഗർ 4.21 എന്ന് പറയുന്നത് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഒരു സിക്സാക്ക് മോഡൽ, സിക്സാക്ക് അല്ല, അതായത് ഇങ്ങനെ ആദ്യം ഒരു കുന്ന്, പിന്നെ രണ്ടാമത്തെ നെക്സ്റ്റ് ഒരു കുന്ന്, പിന്നെ ഒരു കുന്ന്, ഇങ്ങനെ അടുപ്പിച്ചിരിക്കുന്ന രീതിയിൽ ഒരു ഷേപ്പായിരിക്കും നമുക്ക് ലഭിക്കുക. ജസ്റ്റ് അതിൻ്റെ ഒരു പിക്ചർ ഇതൊന്ന് ഞാൻ ഇവിടെ കാണിക്കാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ജസ്റ്റ് ഈ പിക്ചർ നോക്കുക, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. നെക്സ്റ്റ് വൺ നമുക്ക് പഠിക്കാനുള്ളത് ഇൻ്റർ വിസിബിലിറ്റിയാണ്. നെക്സ്റ്റ് വൺ ഈസ് ഇൻ്റർ വിസിബിലിറ്റി. ഇൻ്റർ വിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് വെച്ചാൽ അതിൻ്റെ മലയാളത്തിൽ അർത്ഥം നേർക്കാഴ്ച എന്നാണ്. As a part of the topographical map interpretation, there arises a need to find out whether two places are intervisible. അപ്പം ചില സമയത്തൊക്കെ ഈ നമ്മൾ ധരാതിലെ ഭൂപട വിശകലനം നടത്തുമ്പോൾ ഭൂപടത്തിലെ രണ്ട് സ്ഥലങ്ങൾ തമ്മിൽ പരസ്പരം കാണാൻ സാധിക്കുന്നതാണോ, ദൃശ്യമാണോ എന്ന് കണ്ടെത്തേണ്ടതായിട്ട് വരും. എപ്പോഴൊക്കെയാണ് അവ കണ്ടെത്താനായിട്ട് വരുന്നതെന്നുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് പ്രദേശത്തിൻ്റെ ആകൃതിയും ചെരിവും കണ്ടെത്തിയാൽ മാത്രമേ ഇതിനുള്ള ഉത്തരം നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം ഇപ്പോൾ ഒരു ഇൻ്റർവിസിബിലിറ്റി ഉണ്ടോ ആ ഒരു കുന്നിനെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ അതെന്താണ്, ദിസ് ക്യാൻ ബി സോൾവ് ഓൺലി ബൈ ഫൈൻഡിങ് ദ റിലീഫ് ആസ് വെൽ ആസ് ദി സ്ലോപ്പ് ഓഫ് ദി ടെറൈൻ. ഇഫ് എനി ടു പ്ലേസസ് ആർ മ്യൂച്വലി വിസിബിൾ ദെൻ വി ക്യാൻ എസ്റ്റാബ്ലിഷ് ദാറ്റ് ദീസ് പ്ലേസസ് ആർ ഇൻ്റർവിസിബിൾ. രണ്ട് പ്രദേശങ്ങൾ തമ്മിൽ ഇപ്പോൾ നമ്മളൊരു കുന്നിൻ്റെ മുകളിൽ നിൽക്കുകയെന്ന് വെച്ചാൽ നമ്മൾ രണ്ടാൾക്കാർ നമ്മളൊരു കുന്നിൻ്റെ മുകളിലേക്ക് കയറി പോകുന്ന സമയത്ത് നമ്മളുടെ മുമ്പിലുള്ള ആൾ ഓൾറെഡി കയറിപ്പോയി, കുന്നിൻ്റെ മുകളിലേക്ക് കയറിപ്പോയി, നമ്മൾ കയറി ചെല്ലുന്നതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് താഴെ നിന്ന് കയറുന്ന ആൾക്ക് മുകളിൽ കാണുന്ന മുകളിൽ എൻ്റെ ഫ്രണ്ടിലേക്ക് പോയ ആളെ കാണാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് പറയാം അത് ഇൻ്റർവിസിബിൾ ആണെന്ന് പറയാം. മനസ്സിലായോ? അപ്പോൾ നമുക്ക് അവരെ നമുക്ക് കാണാൻ സാധിക്കുകയാണെങ്കിൽ ഇൻ്റർവിസിബിൾ ആണെന്ന് പറയാം. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ബ്ലോക്ക് വന്നാൽ നമുക്ക് ഇൻ്റർവിസിബിലിറ്റി ഇല്ല എന്ന് പറയാം. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഇൻ്റർവിസിബിലിറ്റി നടത്തുന്നതെന്ന് ചോദിച്ചാൽ, ഇൻ്റർവിസിബിലിറ്റി അസസ്മെൻറ്റ് ഈസ് ബീങ് അപ്ലൈഡ് ഫോർ എറക്റ്റിംഗ് ഇലക്ട്രിക് പോസ്റ്റ്, മൊബൈൽ ടവേഴ്സ് ആൻഡ് വയർലെസ് ട്രാൻസ്മിഷൻ ടവേഴ്സ്. അപ്പം അതായത് വൈദ്യുതി പോസ്റ്റുകൾ, മൊബൈൽ ടവർ, വയർലെസ് ട്രാൻസ്മിഷൻ ടവർ എന്നിവയൊക്കെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇൻ്റർവിസിബിലിറ്റി എന്ന് പറഞ്ഞ ഈ സാധ്യത ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചതുപോലൊക്കെ തന്നെ ഇവിടെ ആദ്യം ഒരു കോണ്ടൂറിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. ഫിഗർ 4.22 നോക്കുക. 22ൽ look at the figure 4.22. You can see the points marked as P, Q, R and S between the contours. P, Q, R, S എന്ന് പറഞ്ഞ കോണ്ടൂർസിൻ്റെ ഇടയിൽ ഒരു പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അല്ല, കോണ്ടൂർസിൻ്റെ നടുഭാഗത്തു കൂടിയായിട്ട് പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ക്യാൻ യു ഐഡൻറ്റിഫൈ ദ പോയിൻറ്റ്സ് വിച്ച് ആർ ഇൻ്റർവിസിബിൾ? ഇതിപ്പം നമുക്ക് പെട്ടെന്ന് ഇപ്പം ഇതിൽ നിന്നുള്ള ഏതാണ് ഇൻ്റർവിസിബിൾ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമോ? ഇത് കണ്ടാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പം നമ്മളിതിനെ ഇൻ്റർവിസിബിൾ ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ 2 മെത്തേഡ്സ് നമ്മൾ പഠിച്ചില്ലേ? ഏതൊക്കെയാണ് 2 മെത്തേഡ്സ്? ഡയറക്റ്റ്ലി ഫ്രം ദി കോണ്ടൂഴ്സ്, പിന്നെ ബൈ ട്രേസിങ് ഔട്ട് ദി കോണ്ടൂർ ലൈൻസ്. ആ രീതിയിൽ ഏതെങ്കിലും ഒരു രീതി എടുത്തിട്ട് നമ്മളിതിനെ ഈ കാണുന്ന ചിത്രത്തെ നമ്മൾ താഴെ ഇത് 4.23 എന്ന് പറഞ്ഞൊരു ഫിഗർ നമ്മൾ ട്രേസ് ചെയ്യുകയാണ്, നമ്മൾ വരയ്ക്കുകയാണ്. For assessing the intervisibility, the shape of the terrain must be inferred from the contour lines. The given picture 4.23 represents the shape of the landform inferred from the contour lines. By analyzing the picture, we can assess the intervisibility between the two places. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച രീതിയിൽ ഒരു ചിത്രം വരച്ചു, ഒരു കുന്നിൻ്റെ ഷേപ്പ് വരച്ചു. എന്നിട്ട് നമുക്കിനി ഇത് ഇൻ്റർവിസിബിൾ ആണോ എന്ന് നമുക്ക് പരിശോധിക്കാം. ഇനി നിങ്ങൾ ഈ കാണുന്ന 4.3 എന്ന് പറഞ്ഞ ഈ പിക്ചറിലേക്കൊന്ന് കറക്റ്റായിട്ടൊന്ന് നോക്കുക. അപ്പം നമുക്കിതിൽ ഏതൊക്കെ ഭാഗത്താണ് ഇൻ്റർവിസിബിലിറ്റി ഉള്ളതെന്നും ഇൻ്റർവിസിബിലിറ്റി ഇല്ലാത്തതെന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുക, ഈ ഒരു പി എന്ന് പറഞ്ഞ പോയിൻ്റ് കൊടുത്തിരിക്കുന്നുണ്ട്. ആ പി എന്ന് പറഞ്ഞ പോയിൻറ്റും പിന്നെ ഒ എന്ന് പറഞ്ഞ പോയിൻറ്റും, ആ പിയും ഒയും തമ്മിൽ ഇൻ്റർവിസിബിലിറ്റി ഉണ്ടോ എന്ന് നോക്കുക. ഇല്ല. അവിടെ കുന്നിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ എന്തും ഉയർന്നാണ് ഇരിക്കുന്നത്. കണ്ടോ? കുന്നിൻ്റെ ഒരു ഭാഗം ഉയർന്ന് നിൽപ്പുണ്ട്. അപ്പോൾ ഈ പി എന്ന് പറഞ്ഞ ഭാഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയും ഒ എന്ന് പറഞ്ഞ ഭാഗത്ത് നിൽക്കുന്ന വ്യക്തിയും തമ്മിൽ ഇൻ്റർവിസിബിൾ അല്ല എന്ന് നമുക്ക് ഈ ചിത്രം ഇങ്ങനെ വരച്ചതിന് ശേഷം മനസ്സിലാക്കി. ദർ ഇസ് നോ ഇൻ്റർവിസിബിലിറ്റി ഹിയർ.
അതിനുശേഷം ഇനി നമുക്ക് നോക്കേണ്ടത് പി എന്ന് പറഞ്ഞ പൊസിഷനിലും ആർ എന്ന് പറഞ്ഞ പൊസിഷനിലും തമ്മിൽ ഇൻ്റർവിസിബിലിറ്റി ഉണ്ടോ? ഇല്ല. അത് കുന്നിൻ്റെ പിന്നെ മറുവശത്താണ് നിൽക്കുന്ന ആൾ. മറുവശത്തിൻ്റെ ടോപ്പ്, ഒരാൾ ടോപ്പിലുമാണ്, ഒരാൾ താഴെയാണ് നമുക്ക് പറയാം. പി എന്ന് പറയുന്ന ആൾ താഴ്വാരത്തും പിന്നെ നമ്മൾ ഈ പറയുന്ന ആർ എന്ന് പറഞ്ഞ വ്യക്തി അല്ലെങ്കിൽ ആ ഒരു പ്രദേശം അപ്പുറത്തെ സൈഡിലുമാണ്. അപ്പോൾ നമുക്ക് അവിടെ നേർക്കാഴ്ചയില്ല. ഇറ്റ് ഈസ് നോട്ട് ഇൻ്റർവിസിബിൾ. അതിനുശേഷം പിന്നെ നമുക്ക് ഒ എന്ന് പറഞ്ഞ നമ്പറും ആൽഫബറ്റും ആർ എന്ന് പറഞ്ഞ ആൽഫബറ്റും അത് നമുക്കൊരു വ്യക്തികളായിട്ട് നോക്കുകയാണെങ്കിൽ അവരും തമ്മിൽ ഇൻ്റർവിസിബിൾ അല്ല. ദർ ഇസ് നോ ഇൻ്റർവിസിബിലിറ്റി. ഇനി നമുക്ക് നോക്കുക, ഇനി ഒരു ആർ എന്ന് പറഞ്ഞ ഭാഗവും എസ് എന്ന് പറഞ്ഞ ഭാഗവും നോക്കുക. അവിടെ നമുക്കത് ഇൻ്റർവിസിബിളാണ്. അവിടെ എന്താണ്, തടസ്സങ്ങളൊന്നും തന്നെ ഇല്ല അല്ലേ? ഒരു കുന്നോ അല്ലെങ്കിൽ വേറെ മറ്റെന്തെങ്കിലും ഭാഗമായിട്ടോ ഒന്നും ഒരു തടസ്സങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പം നമുക്കവിടെ ഇറ്റ് ഈസ് ഇൻ്റർവിസിബിൾ, നേർക്കാഴ്ച ഉണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇൻ്റർവിസിബിലിറ്റി ഉണ്ടോ എന്ന് മനസ്സിലാക്കുന്നത്. ഇൻ്റർവിസിബിലിറ്റി ഉണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ്റർവിസിബിലിറ്റി അസസ്മെൻറ്റ് ഈസ് ബീങ് അപ്ലൈഡ് ഫോർ എറക്റ്റിംഗ് ഇലക്ട്രിക് പോസ്റ്റ്, മൊബൈൽ ടവേഴ്സ് ആൻഡ് വയർലെസ് ട്രാൻസ്മിഷൻ ടവേഴ്സ്. ഇങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കുന്നിൻ്റെ ഇൻ്റർവിസിബിലിറ്റി പരിശോധിക്കുന്നത്. ഇനി ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, ഫിഗർ 4.24 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച 2 രീതികളുണ്ടല്ലോ, ആ 2 രീതിയിൽ നമ്മൾ ഇതുപോലെ ഒരു ഷെയ്ഡഡ് പോർഷൻ വരയ്ക്കുക. ഒരു കുന്നിൻ്റെ ഷെയ്ഡഡ് പോർഷൻ കിട്ടും. എന്നിട്ട് ഈ കാണുന്ന പ്ലേസസ് തമ്മിൽ ഇൻ്റർവിസിബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങളൊന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്കത് കൂടുതൽ വ്യക്തമാകും. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ടോപ്പോഷീറ്റ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞ ഭാഗമാണ്. വാട്ട് ഡു യു മീൻ ബൈ ടോപ്പോഷീറ്റ് ഇൻ്റർപ്രിട്ടേഷൻ? ടോപ്പോഷീറ്റ് ഇൻ്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ ധരാതലീയ ഭൂപട വിശകലനം എസ്എ ക്വസ്റ്റ്യനായിട്ടൊക്കെ വന്നിട്ടുള്ളതാണ്. You might have noticed that some basic information regarding the sheet as well as the physical and cultural features pertaining to the area represented are given in topo sheet figure 4.1. To study the interpretation of such maps can be done in different stages as mentioned below. എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ധരാതലീയ ഭൂപടത്തെക്കുറിച്ച് പഠിച്ചു ഫിഗർ 4.1. ആ ഭൂപ്രദേശത്തിൻ്റെ ഭൗതിക സാംസ്കാരിക സവിശേഷതകൾ അതുപോലെ തന്നെ സാംസ്കാരിക സവിശേഷത ഫിസിക്കൽ ആൻഡ് കൾച്ചറൽ ഫീച്ചേഴ്സ് സംബന്ധിക്കുന്ന ചില പൊതു വിവരങ്ങളും നൽകിയിരിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇത്തരം ഭൂപടങ്ങളുടെ പഠനം വിശകലനവും താഴെ തന്നിരിക്കുന്ന രീതിയിൽ നമുക്ക് നടത്താൻ സാധിക്കും. വിശകലനവും ചുവടെ നൽകിയിരിക്കുന്ന വിധത്തിൽ തരംതിരിച്ച് നടത്താവുന്നതാണ്. അതിൽ ഫസ്റ്റ് അനാലിസിസ് എന്ന് പറയുന്നത് നമുക്ക് പ്രാഥമിക വിവരങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും, ഭൗതിക സവിശേഷതകൾ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും, സാംസ്കാരിക സവിശേഷതകൾ മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. The study and interpretation of the such maps can be done in different stages. First one is marginal information or primary information. Second one is physical information or natural features. Third one is cultural or man-made features. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മാർജിനൽ ഇൻഫർമേഷനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ദ ജനറൽ ഇൻഫർമേഷൻ ഗിവൺ ഔട്ട്സൈഡ് ദ മാർജിൻസ് ഓഫ് ദ ടോപ്പോഗ്രഫിക് മാപ്പ് ഈസ് നോൺ ആസ് മാർജിനൽ ഓർ പ്രൈമറി ഇൻഫർമേഷൻ. അതായത് മാർജിനൽ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ധരാതലീയ ഭൂപടനങ്ങളിലെ മാർജിൻ്റെ പുറത്ത് ഉള്ള ഭൂപടത്തെ സംബന്ധിച്ചിട്ടുള്ള അതിൻ്റെ സവിശേഷതകൾ അല്ലെങ്കിൽ അതിൻ്റെ പൊതുവിവരങ്ങളാണ് പ്രാഥമിക വിവരങ്ങളെന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, മാർജിന് പുറത്ത് കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഭൂപടത്തിൻ്റെ നമ്പർ, ഭൂപ്രദേശത്തിൻ്റെ പേര്, അക്ഷാംശ രേഖാംശ സ്ഥാനം എന്നിവയൊക്കെയാണ്. ദ ടോപ്പോഷീറ്റ് നമ്പർ, ദ നെയിം ഓഫ് ദി ഏരിയ, latitudes and longitudes, values of the northings and eastings, scale of the map, contour interval, years of the survey, publication and agency in charge of the survey are the marginal information in the ടോപ്പോ ഷീറ്റ്. അപ്പോൾ ടോപ്പോ ഷീറ്റിൻ്റെ മാർജിനൽ ഇൻഫർമേഷനാണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. അപ്പം നമുക്കൊന്ന് ധരാതലീയ ഭൂപടങ്ങളിലെ പ്രാഥമിക വിവരങ്ങളുടെ സൂചന അവ അടയാളപ്പെടുത്തിയിട്ടുള്ള ധരാതലീയ ഭൂപടമാണ് നമ്മുടെ ചിത്രം 4.5 എന്ന് കൊടുത്തിട്ടുണ്ട്. ആ സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രാഥമിക വിവരങ്ങൾ കണ്ടെത്തി ഒരു കുറിപ്പ് തയ്യാറാക്കാനായിട്ടൊരു ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രിപ്പയർ എ നോട്ട് ഓൺ ദിസ് പ്രൈമറി ഇൻഫർമേഷൻ ഇൻഡിക്കേറ്റേഴ്സ്. അപ്പോൾ നമ്മൾ കണ്ടെത്തണം ടോപ്പോ ഷീറ്റ് നമ്പർ. അപ്പം നിങ്ങൾ 4.25 എന്ന് പറഞ്ഞ പിക്ചർ എടുക്കുക. ആ 4.25 നമ്മൾ
എന്താണ് കണ്ടെത്തേണ്ടത്? ടോപ്പോഷീറ്റിൻ്റെ നമ്പർ നമ്മൾ കണ്ടെത്തണം. ടോപ്പോഷീറ്റ് നമ്പർ അത് കൊടുത്തിരിക്കുന്നത് എ എന്ന് പറഞ്ഞ ഭാഗത്താണ് ടോപ്പോഷീറ്റ് നമ്പർ കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്പർ 56D/11 എന്നുള്ളതാണ് ടോപ്പോഷീറ്റ് നമ്പർ. ഇതൊക്കെ മാർജിനൽ ഇൻഫർമേഷനാണ്, മാർജിനിൽ വരുന്ന ഇൻഫർമേഷനാണ്. ദെൻ നെയിം ഓഫ് ദി പ്ലേസ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് ബിയിലാണ്. അവിടെ നമുക്ക് കാണാം കർണാടക ബി. പിന്നെ C1 C2 എന്ന് പറയുന്നത് അതിൻ്റെ ലാറ്റിറ്റ്യൂഡിനൽ ലൊക്കേഷനാണ്. C1 C2 എന്ന് പറയുന്നതിൻ്റെ ലാറ്റിറ്റ്യൂഡിനൽ ലൊക്കേഷൻ, അത് ലാറ്റിറ്റ്യൂഡിനൽ ലൊക്കേഷൻ നോക്കുക, നമുക്ക് 16 ഡിഗ്രി അവിടെ കൊടുത്തിട്ടുണ്ട്. 16 ഡിഗ്രി വടക്ക് മുതൽ 16 ഡിഗ്രി 20 വടക്ക് വരെ ഉള്ള ഭാഗമാണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് അവിടെ തന്നെ കാണാം, C1 C2 എന്ന് പറഞ്ഞ ഭാഗത്ത്. അതിനുശേഷം പിന്നെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ലോഞ്ചിറ്റ്യൂഡിനൽ ലൊക്കേഷൻ എന്ന് പറയുന്ന സ്ഥാനമാണ് 76 ഡിഗ്രി 30. അത് നമ്മൾ D1 D2. താഴെ ഏറ്റവും താഴെ ഭാഗത്ത് D1 D2 എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് 76 ഡിഗ്രി പിന്നെ അതിൻ്റെ 30 നോക്കുക. പിന്നെ അതിന് ശേഷം പിന്നെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈസ്റ്റിങ്സ് ആണ്. ഈസ്റ്റിങ്സ് E1 E2 ഈസ്റ്റിങ്സും 93 to 02, നോർത്തിങ്സ് 83 to 92. ദെൻ പിന്നെ അടുത്തത് സ്കെയിൽ ഓഫ് ദി മാപ്പാണ്. സ്കെയിൽ ഓഫ് ദി മാപ്പ് എന്ന് പറയുന്നത് 1:50,000. സ്കെയിൽ ഓഫ് ദി മാപ്പ് G ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ G എവിടെയാണ് കൊടുത്തിരിക്കുന്നത് നോക്കുക, അവിടെ സ്കെയിൽ ഓഫ് ദി മാപ്പ് കൊടുത്തിട്ടുണ്ട് 1:50,000. അങ്ങനെ നമുക്ക് ഈ മാർജിനിലുള്ള എല്ലാ കാര്യങ്ങളും ഓരോന്ന് പറയണ്ടല്ലോ, മാർജിനിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതാണ് മാർജിനൽ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ നമുക്ക് പഠിക്കാനുള്ളത് ഫിസിക്കൽ ഫീച്ചേഴ്സാണ്. അപ്പോൾ ഫിസിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് വാട്ടർ ബോഡീസ് സച്ച് ആസ് റിവർ, സ്ട്രീംസ്, സ്പ്രിങ്സ് എക്സെട്ര ആസ് വെൽ ആസ് ദി ഡിഫറെൻറ്റ് ലാൻഡ് ഫോംസ് ആർ ദ ഫിസിക്കൽ ഫീച്ചേഴ്സ് ഇൻ ദി ടോപ്പോഗ്രാഫിക് മാപ്പ്. ദിയർ ലൊക്കേഷൻ ആർ ടു ബി ഫൗണ്ട് ബൈ ഡയറക്ഷൻ ഓർ ദി ഗ്രിഡ് റെഫറൻസ് മെത്തേഡ്. അപ്പോൾ ഫിസിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇതിലെ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. എന്നുവെച്ചാൽ ഭൗതിക സവിശേഷതകളാണ് ഫിസിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ജലാശയങ്ങൾ, വിവിധ ഭൂരൂപങ്ങൾ തുടങ്ങിയവയാണ് ധരാതല ഭൂപടങ്ങളിലെ ഭൗതിക സവിശേഷതകൾ. ഇവയുടെ സ്ഥാനം ദിശയുടെ അടിസ്ഥാനത്തിൽ ഗ്രിഡ് റെഫറൻസിലൂടെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് തന്നെ ചോദിച്ചിരിക്കുന്നത് വിച്ച് ഇസ് ദ മേജർ റിവർ ഫ്ലോയിങ് ത്രൂ ദിസ് ഏരിയ. നമ്മളവിടെ നമുക്ക് കാണാൻ സാധിക്കും അതിൽ പ്രധാനപ്പെട്ട നദി, ഒഴുകുന്ന നദി എന്ന് പറയുന്നത് കൃഷ്ണ നദിയാണ് ഒഴുകുന്നത്. നമുക്കവിടെ തന്നെ നോക്കാം. പിന്നെ അടുത്തത് ചോദിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് ഇൻ വിച്ച് ഡയറക്ഷൻ ഇറ്റ് ഫ്ലോസ്. ഏത് ദിശയിലാണ് ഈ കൃഷ്ണ നദി ഒഴുകുന്നത്? തെക്ക് പടിഞ്ഞാറ് നിന്നും വടക്ക് കിഴക്ക് ദിശയിലേക്കാണ് ഇത് ഒഴുകുന്നത്. അത് കഴിഞ്ഞ് നദിയുടെ ഏത് കരയോട് ചേർന്നാണ് വനപ്രദേശങ്ങൾ കാണപ്പെടുന്നത്? നദിയുടെ വലത് കരയിലാണ് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഇങ്ങനെ നമുക്ക് അതിൻ്റെ ഓരോ കാര്യങ്ങളും നമുക്ക് ഇതിൽ നിന്നും ഇതിൻ്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അടുത്ത കൾച്ചറൽ ഫീച്ചേഴ്സാണ്. കൾച്ചറൽ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പം മാൻമെയ്ഡ് ഫീച്ചേഴ്സാണ്. അതൊക്കെ സെറ്റിൽമെൻറ്റ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോഡ്സ്, ബൗണ്ടറീസ്, പ്ലേസസ് ഓഫ് വർഷിപ്പ്, അഗ്രികൾച്ചറൽ ലാൻഡ്, പോസ്റ്റ് ഓഫീസ്, പോലീസ് സ്റ്റേഷൻ, ബ്രിഡ്ജസ്, വെൽസ് ആൻഡ് ട്യൂബ് വെൽസ് ആർ ഫ്യൂ കൾച്ചറൽ ഫീച്ചേഴ്സ് ഷോൺ ഇൻ ദി ടോപ്പോ ഷീറ്റ്. അപ്പോൾ ടോപ്പോ ഷീറ്റിൻ്റെ കൾച്ചറൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്ന അത് ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൽ വിവിധ തരം റോഡുകൾ, പാർപ്പിടങ്ങൾ, അതിർത്തികൾ, ആരാധനാലയങ്ങൾ, കൃഷിയിടങ്ങൾ, പോസ്റ്റ് ഓഫീസ്, പോലീസ് സ്റ്റേഷൻ. ഇതൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ പോസ്റ്റ് ഓഫീസ് PS പോലീസ് സ്റ്റേഷൻ, സെറ്റിൽമെൻറ്റ്സ് റെഡ് കളറിൽ ചെറിയ ചെറിയ കട്ടകളായിട്ട് അങ്ങനെയൊക്കെ നമ്മൾ ഓരോന്നും നേരത്തെ പഠിച്ചതാണ്. ഇവയുടെ സ്ഥാനം ദിശയുടെ അടിസ്ഥാനത്തിലോ ഗ്രിഡ് റെഫറൻസിലൂടെയോ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഐഡൻറ്റിഫൈ ദി ഡിസ്ട്രിക്റ്റ് ഇൻ കർണാടക വിച്ച് ദി ഏരിയ ബിലോങ്സ്. അപ്പം കർണാടകത്തിലെ ഏതെല്ലാം ജില്ലകളിൽ ഉൾപ്പെടുന്ന പ്രദേശമാണ് എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പം നമുക്കത് കണ്ടെത്തണം. ഗുൽബർഗ, റായ്ചൂർ എന്ന് പറഞ്ഞ പ്രദേശമാണ്. പിന്നീട് അടുത്തത് ഏത്
പ്രകൃതി സവിശേഷതയെ അടിസ്ഥാനമാക്കിയാണ് ജില്ലാ അതിർത്തി നിർണ്ണയിച്ചിരിക്കുന്നത്. കൃഷ്ണ നദിയുടെ അടിസ്ഥാനത്തിലാണ്. ദെൻ വേർ ഈസ് ദി മെറ്റൽഡ് റോഡ് സീൻ. പിന്നീട് കൃഷ്ണ നദിയുടെ വലതുഭാഗത്തുള്ള ജില്ല ഏത്? റായ്ചൂർ. അപ്പോൾ പിന്നീട് മെറ്റൽഡ് റോഡ് എവിടെയാണ്? ടാർ ചെയ്ത റോഡ് കാണപ്പെടുന്ന എവിടെയാണ്? തെക്ക് കിഴക്ക് ഭാഗത്താണ് കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ദി ഗഡലമാരി വില്ലേജ് സിറ്റുവേഷൻ. ഗഡലമാരി വില്ലേജ് ഏത് പ്രദേശത്തിൻ്റെ ഏത് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്? വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നീട് ഏതെല്ലാം ഗ്രാമങ്ങളിലാണ് പോസ്റ്റ് ഓഫീസുകൾ കാണപ്പെടുന്നത്? ഗഡലമാരി, പിന്നീട് ഗണവ, നിലഗ്രാമം എന്നീ പ്രദേശങ്ങളിൽ. ഇതൊക്കെ നമുക്ക് ആ മാപ്പിൽ നിന്നും കണ്ടെത്തി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ അനലൈസ് ചെയ്തെടുക്കാൻ സാധിക്കും ടോപ്പോ ഷീറ്റ് ശരിയായ രീതിയിൽ വായിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ടോപ്പോ ഷീറ്റ് ഇൻ്റർപ്രിട്ടേഷനാണ് നമ്മൾ പഠിച്ച് കഴിഞ്ഞ പോയിന്റ് ലാസ്റ്റ്. സ്റ്റഡി ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് the topo sheet map can be done in different stages as mentioned below. The first is marginal information, second one is physical features or natural features, third is cultural or man-made features. അപ്പോൾ ഇതൊക്കെ എന്തൊക്കെയാണ് നമ്മളിപ്പോൾ ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മളിന്ന് ഫസ്റ്റ് പഠിച്ചത് കോണ്ടൂർ ലൈൻസിനെ കുറിച്ചിട്ടാണ്. what is contour lines, then what is contour interval, what is contour value എന്ന് നമ്മൾ പഠിച്ചു. അതിനുശേഷം നമ്മൾ എങ്ങനെയാണ് അസസിങ് ദി ടോപ്പോഗ്രഫി അല്ലേ, രണ്ട് തരത്തിൽ ടോപ്പോഗ്രഫി അസസ് ചെയ്യുന്ന. ഫസ്റ്റ് മെത്തേഡ് ഡയറക്ട്ലി ഫ്രം ദി കോണ്ടൂർസ് എന്ന് പഠിച്ചു. സെക്കൻഡ് ബൈ ട്രേസിങ് ദി കോണ്ടൂർ ലൈൻസ് എന്ന് പറഞ്ഞ് പഠിച്ചത്. പിന്നീട് ഇൻ്റർവിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഇൻ്റർവിസിബിലിറ്റി യൂസ് ചെയ്യുന്നത്. പിന്നീട് ടോപ്പോ ഷീറ്റിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ. താഴെ ടീച്ചർ ഒരു ഗൂഗിൾ ഫോം കൊടുക്കും, അത് നിങ്ങളെല്ലാവരും ഫില്ല് ചെയ്യണം. ബാക്കിയുള്ള ആൻസേഴ്സൊക്കെ നേരത്തെ തന്ന ക്ലാസ്സുകളിൽ നിന്നും കണ്ടെത്തി പഠിക്കുക. Okay, all of you, thank you for listening. Best wishes. Thank you.